Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള കാഷ്വൽ ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഡ്രസ്സ് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് കോട്ടൺ ലൈനിങ് ആണ്. പിന്നെ മെയിൻ ഫാബ്രിക് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അനിമൽ പ്രിന്റിലുള്ള റയോൺ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 6 to 12 months സൈസിലുള്ള കുട്ടിക്കുള്ള ഡ്രസ്സാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടോപ്പ് പോർഷൻ, അതായത് യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇവിടെയാണ് ഫോൾഡ് വരുന്നത്. അപ്പോൾ ഫോൾഡ് ഉള്ള ഭാഗം ഞാനിങ്ങനെ ഇതുപോലെ മടക്കി വെച്ചു. ഇനി ഞാൻ ഒരു ബേസ് ലൈൻ കൊടുത്തു. യോക്ക് ലെങ്ത് സ്റ്റാൻഡേർഡ് ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. 6 ഇഞ്ചാണ് യോക്ക് ലെങ്ത് വരിക. പക്ഷെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 7 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാണ്. ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവാണ്. ഷോൾഡർ ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ച്. പിന്നെ നെക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഞാനൊരു ഷോൾഡർ ഡ്രോപ്പായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഡ്രോപ്പ് കൊടുത്തിട്ടൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. ഇനി നെക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. റൗണ്ട് നെക്കാണ്, അതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി സ്ലീവ്, ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു 6 to 12 months ആണ്. അപ്പോൾ ഒരു 3.25 മതി ആം ഹോൾ ഡെപ്ത്. അപ്പോൾ നമ്മൾ ആം ഹോൾ ഡെപ്ത് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് ഇങ്ങനെ കൊടുത്തു, ഒരു കേർവ് ലൈൻ കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാണ്. ചെസ്റ്റ് 19 ആണ് നോർമൽ വരിക. അപ്പോൾ 4.5 മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എക്സ്ട്രാ ലൂസ്നെസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ 5 മാർക്ക് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യണത്. അത് നമുക്ക് ഇൻവിസിബിൾ സിബ് അല്ലെങ്കിൽ നോർമൽ സിബ് കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി നെക്ക്, ബാക്ക് നെക്ക് ഞാൻ വി നെക്കാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഇത് കൊടുത്തു. ഇനി അതും കട്ട് ചെയ്യാം. ഇപ്പോൾ ലൈനിങ് കംപ്ലീറ്റ്ലി റെഡിയാണ്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാം. അത് ഇതന്നെ ടോട്ടൽ ലെങ്ത് 16 ഇഞ്ചാണ് വരിക. നമ്മൾ 6 ഇഞ്ച് താഴേക്ക് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ എത്രയാണോ വരുന്നത് അത്ര തന്നെയാണ് ഞാൻ ഇതിലും മാർക്ക് ചെയ്യുക. 10 ഇഞ്ചിൽ ഇതെടുക്കാം. നമുക്ക് 1 2 3 ഒരു പോർഷനും കൂടി മതി നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൽ ആക്ച്വലി ഇങ്ങനെ ഫോൾഡ് വരുമ്പോൾ 4 പീസസ് ഉണ്ടാവും. നമുക്ക് 4 പോർഷൻ വേണ്ട, നമുക്ക് 3 എണ്ണം മതി. ഇതാണ് ലൈനിങ്. ഇത്രയാണ് നമ്മുടെ ലൈനിങ് വരുന്നത്. ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് 58 ഇഞ്ച് ആയതുകൊണ്ട് ഞാനിവിടെ 3/4 മീറ്റർ ഫാബ്രിക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഈ പിൻ കരുതിയിരിക്കണം. ഫാബ്രിക്കിനെ ഇതുപോലെ 4 മടക്കുക. 4 മടക്കിയ ശേഷം ബേസ് ലൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് ബേസ് ലൈൻ വരച്ചു കൊടുക്കുക ആദ്യം. ബേസ് ലൈൻ വരച്ചിട്ട്
ബേസ് ലൈൻ വരച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. നമുക്ക് ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിലുള്ള സീം അലവൻസ്. 1/2 ഇഞ്ചൊന്നും ഉണ്ടാവില്ല, 1/4 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ തുടക്കക്കാർ എപ്പോഴും 1/2 ഇഞ്ച് എടുത്തിട്ട് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ആ എററൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗത്തിലെ ഈ ഫോൾഡ്. അത് കഴിഞ്ഞ് അപ്പോൾ 11 ഇഞ്ചായി. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ മടക്കി നിൽക്കുമ്പോൾ ഇത് മിനിമം ഇത് 1.5 ഇഞ്ചുണ്ട്. 1.5 ഇഞ്ചെങ്കിലും ഈ ഫോൾഡിൻ്റെ വിഡ്ത്ത് ഉണ്ടാവണം. നിങ്ങളൊരു ഫ്രോക്ക് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഫ്രോക്ക് എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ ബ്രാൻഡഡ് ഫ്രോക്സിൻ്റെ ഒക്കെ താഴ്ഭാഗം എടുത്ത് നോക്കിയാൽ കാണാം ഈ ഒരു വിഡ്ത്ത് ഉണ്ടാവും അവരുടെ ഫ്രോക്കിന്. പിന്നെ ചിലതുണ്ടാവും ഇങ്ങനെ വെറുതെ മടക്കി കൊടുത്തത്. അത് നിങ്ങൾ ലോക്കലി സാധാ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രോക്കിനായിരിക്കും ഇതുപോലെ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒരു നല്ലൊരു ബ്രാൻഡഡ് ഫ്രോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഇത്രയും വിഡ്ത്ത് അതിനുണ്ടാവും. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഫ്രോക്കിനൊരു പ്രത്യേകതരം ഭംഗിയാണ്. അപ്പം ഞാൻ പറഞ്ഞു 11 ഇഞ്ച് ഉണ്ട്. 11 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ 12 ഇഞ്ച് 12.5 ഇഞ്ച് അത് ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ 1.5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ പറഞ്ഞത് അത് ഓപ്ഷണലാണ്. നിങ്ങൾക്കൊരു സാധാ ഒരു നോർമൽ ലുക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ചൊക്കെ എടുത്തിട്ട് തന്നെ ചെയ്യാം. ഇറ്റ് ഈസ് ടോട്ടലി അപ് ടു യു. ഞാനിത് കട്ട് ചെയ്തു. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ മറന്നു, അതിരിക്കാൻ വേണ്ടി ഞാനിവിടെ എഴുതി വെക്കുക 12.5. ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് ഇനിയും നമുക്ക് കുറച്ചും കൂടി വിത്ത് ആവശ്യമുണ്ട്. പക്ഷെ അത് ഞാൻ ഇത് യോക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്ന് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. ഈ ഒരു പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ആദ്യം പിൻ ചെയ്യണം. ഇനി ഞാനത് കട്ട് ചെയ്യണം. ഇപ്പോൾ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടത് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. നമ്മൾ ഒരു പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഇതിന്. പിന്നെ അടുത്തത് കൂടി എടുക്കണം. അത് ഞാൻ ഇതിന്ന് എടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തായാലും ബാലൻസ് കുറച്ച് ക്ലോത്ത് ഉണ്ടാവും. റയോൺ ക്ലോത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം അയൺ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ഫോൾഡിങ്സ് ഉണ്ടാവും. ഇനി ഇതിൽ ചെയ്യേണ്ട ഒന്നുണ്ട്. ഇതിന് 2 പീസാക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതായിരിക്കും ഫ്രണ്ട് പീസ് വരാം. ഇത് ബാക്കിലുള്ള രണ്ട് പോർഷൻ. ഓക്കെ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ 2 പീസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിലാവും ഈ ജോയിൻറ്റ് വരിക. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമുക്കിനി ബാക്കിൽ കെട്ടാൻ ഉള്ളതിൻ്റെ അത് നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇത് 21 ഇഞ്ചസ് ഉണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ധാരാളമാണ്. അപ്പോൾ ഇത് നമ്മൾ അതും എടുക്കും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഓക്കെ,
നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈനിങ്ങിൽ 2 പീസല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പീസും ഇവിടെ വെച്ച് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ താഴ്ഭാഗം ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ലൈനിങ് ചെയ്യുന്നത്. പിന്നെ ഇത് ബാക്കിൽ കെട്ടുന്ന സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് ഈ അറ്റത്തെത്തുമ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചു കൊടുക്കും. ഇങ്ങനെ ഈ 2 സ്ട്രിങ്ങും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോട്ടം പാർട്ട് 3 പീസുണ്ട്. 3 പീസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരുന്ന പീസ്. ഈ പീസിൻ്റെ 2 സൈഡിലായിട്ട് ബാക്കിയുള്ള 2 പീസസും സ്റ്റിച്ച് ചെയ്യും. ഈ പീസ് എടുത്ത് ഇവിടെയും സ്റ്റിച്ച് ചെയ്യും. പിന്നെ മറ്റേതെടുത്തിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കിട്ടും. അതിനുശേഷം ഞാനിതിൻ്റെ താഴ്ഭാഗം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ത്രൂ ഔട്ട് ലെങ്ത് വൈസിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഇനിയുള്ളത് യോക്ക് പോർഷനാണ്. യോക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് പാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു പോർഷന് ലൈനിങ് അല്ലാതെ നമ്മൾ ലൈനിങ് എടുത്തില്ല, ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് വേറൊരു ഫാബ്രിക്കിൽ, ഞാൻ കട്ട് ചെയ്ത ഫാബ്രിക് അല്ലാതെ വേറൊരു ഫാബ്രിക്കിൽ ഞാൻ ഇതുപോലെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇതുപോലെ തന്നെ ഇത് ഫ്രണ്ട് പോർഷനാണ്. അതുപോലെ ബാക്കും ഇതിൽ ചെയ്യും. പിന്നെ ഈ പോർഷൻ ഞാൻ വേറൊരു ക്ലോത്തിൽ വെച്ചിട്ട് അതും ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഫുൾ കട്ട് ചെയ്തിട്ട് ഈ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്യും. ഷോൾഡർ മാത്രമാണ് ജോയിൻ ചെയ്യുന്നത്, ഇവിടെ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ലൈനിങ്ങും ഞാൻ ഷോൾഡർ മാത്രം ഇവിടെ മാത്രം ഞാൻ ജോയിൻ ചെയ്യും. ബാക്കിയുള്ളത് ഞാൻ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.